ദ ഓൺലി വൺ ഹൂ ഡിഡ്ന്റ് റൺ. ഓടി രക്ഷപ്പെടാൻ നോക്കാതിരുന്ന ഒരേ ഒരാൾ. 2017 ആഷിം ആലുവാലിയെ സംവിധാനം ചെയ്ത് അർജുൻ റാംപാൽ അഭിനയിച്ച ഡാഡി എന്ന ബോളിവുഡ് സിനിമയുടെ ടാഗ്ലൈൻ ആയിരുന്നു ഈ വാചകം. ഒരു കാലത്ത് മുംബൈ മഹാനഗരത്തെ കിടുകിട വിറപ്പിച്ച അരുൺ ഗാവ്ലി എന്ന അധോലോക നായകനെ കുറിച്ചായിരുന്നു സിനിമ. പോലീസിന്റെ എൻകൗണ്ടർ ഭയന്ന് ദാവൂദ് ഇബ്രാഹിം, ശരത് ഷെട്ടി, ചോട്ടാ രാജൻ, ചോട്ടാ ഷക്കീൽ തുടങ്ങിയവരൊക്കെ രാജ്യം വിട്ടിട്ടും എന്തുകൊണ്ടാണ് ഗാവ്ലി ഭയന്നോടാഞ്ഞത്? ഡി കമ്പനിയോട് പോലും എതിർത്തു നിന്ന ഗാവ്ലി ചോരക്കളികൾ അവസാനിപ്പിച്ച് ഗാന്ധിയൻ വേഷമണിഞ്ഞത് ആത്മാർത്ഥമായാണ്. നീണ്ട 17 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അടുത്തിടെ ഗാവ്ലി പുറത്തിറങ്ങിയപ്പോൾ ഉയർന്നുകേട്ട ചോദ്യമാണിത്. എന്നും പ്രവചനാതീതമായിരുന്നു അരുൺ ഗാവ്ലിയുടെ നീക്കങ്ങൾ. അധോലോക നായകനിൽ നിന്നും രാഷ്ട്രീയത്തിലും പയറ്റുകയും ഒരു തവണ MLA കുപ്പായം അണിയുകയും ചെയ്ത ഗാവ്ലിയെ വില കുറച്ച് കാണാനാവില്ലെന്ന് മുംബൈയിലെ മണൽത്തരികൾക്ക് പോലും അറിയാം. അരുൺ ഗുലാബ് ഗാവ്ലി, ഡാഡി എന്നറിയപ്പെട്ടിരുന്ന അണ്ടർവേൾഡ് കിങ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയിലുള്ള കോപ്പർഗാവിലാണ് ജനനം. മധ്യപ്രദേശിൽ നിന്ന് കുടിയേറിയതായിരുന്നു ഗാവ്ലിയുടെ പിതാവിന്റെ കുടുംബം. മെട്രിക്കുലേഷൻ പാസ്സായ ഗാവ്ലി അന്ന് കുടുംബത്തിലെ മറ്റുള്ളവർ ചെയ്തിരുന്നത് പോലെ മില്ലിൽ ജോലിക്ക് കയറി. പിന്നീട് മുംബൈയിൽ ക്രോംനെറ്റ് ഗ്രീവ്സിലേക്ക് തൊഴിൽ മാറിയതാണ് വഴിത്തിരിവായത്. അവിടെ വെച്ച് പരിചയപ്പെട്ട സദാശിവ് പാവ്ലെയാണ് ഗാവ്ലിയെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയത്. അരുൺ ഗാവ്ലിയും സഹോദരനായ കിഷോറും എത്തപ്പെട്ടത് രാമനായിക്കിൻ്റെയും ബാബു റഷീമിൻ്റെയും നേതൃത്വത്തിലുള്ള ബൈക്കുള കമ്പനി എന്ന ഗാങ്ങിലായിരുന്നു. ചില്ലറ വാറ്റും വിൽപ്പനയും നടത്തി തുടങ്ങിയ ബൈക്കുള കമ്പനി മുംബൈയിലെ ബൈക്കുള പരേൽ മേഖലകളെ വിറപ്പിക്കുന്ന ഗുണ്ടാസംഘമായി വളർന്നു. ചോര കണ്ടാൽ അറപ്പില്ലാത്ത ഗാവ്ലി കൂടിയായതോടെ സംഘം അതിവേഗം കുപ്രസിദ്ധി ആർജിച്ചു. മഡ്ക എന്നറിയപ്പെട്ടിരുന്ന ചൂതാട്ടത്തിലൂടെയും സംഘം പണമുണ്ടാക്കി. ദഗ്ഡിച്ചാൽ എന്ന കോട്ടയിലിരുന്ന് മുംബൈ മഹാനഗരത്തെ നിയന്ത്രിച്ച അരുൺ ഗാവ്ലി എന്ന ഡോണിനെയാണ് പിന്നീട് ലോകം കണ്ടത്. ദാവൂദിന്റെ ഡി കമ്പനിയും ഗാവ്ലിയുടെ ബൈക്കുള കമ്പനിയും ആദ്യം അടുപ്പത്തിലായിരുന്നു. ദാവൂദിന്റെ ശത്രുവായിരുന്ന സമദ് ഖാനെ ബൈക്കുള കമ്പനി വെടിവെച്ചു വന്നതോടെയാണ് ഈ ചങ്ങാത്തം തുടങ്ങിയത്. എന്നാൽ പിന്നീട് രാമനായിക്കും ഡി കമ്പനിയിലെ ശരത് ഷെട്ടിയുമായി തെറ്റിയതോടെ ദാവൂദ് ഷെട്ടിക്ക് പിന്തുണ നൽകി. 1988 പോലീസ് ഏറ്റുമുട്ടലിൽ രാമനായിക് കൊല്ലപ്പെട്ടതോടെയാണ് അരുൺ ഗാവ്ലി ബൈക്കുള കമ്പനിയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. തന്റെ ഉറ്റ ചങ്ങാതിയുടെ കൊലയ്ക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം ദാവൂദായിരുന്നെന്ന് അധികം വൈകാതെ ഗാവ്ലി അറിഞ്ഞു. അതോടെ ഇരുവരും ബദ്ധശത്രുക്കളായി. മുംബൈയിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്താനുള്ള നീക്കത്തെ എതിർത്തതാണ് ദാവൂദിന് ശത്രുതയ്ക്ക് കാരണമെന്നാണ് പിൽക്കാലത്ത് ഒരു അഭിമുഖത്തിൽ ഗാവ്ലി പറഞ്ഞത്. അതെന്തായാലും അധോലോകത്തിലെ ചേരിപ്പോര് മുതലാക്കി മുംബൈ പോലീസിന്റെ എൻകൗണ്ടർ സ്ക്വാഡും പലരെയും ചുട്ടുതള്ളി. ഗാവ്ലിയുടെ സഹോദരനടക്കം ഇരു സംഘങ്ങളിലെയും പലർക്കും ജീവൻ നഷ്ടമായി. ദാവൂദിന്റെ സഹോദരി ഭർത്താവായ ഇബ്രാഹിം പാർക്കറിനെ ഗാവ്ലിയുടെ സംഘം വകവരുത്തിയതോടെ ഇരുവരുടെയും അനുയായികൾ തമ്മിലുള്ള തുടർച്ചയായ വെടിവയ്പ്പുകൾക്കാണ് പിന്നീട് മുംബൈ സാക്ഷ്യം വഹിച്ചത്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകൾ കളനിറഞ്ഞതോടെ ദാവൂദും പിന്നാലെ ശരത് ഷെട്ടിയും ചോട്ടാ രാജനും ചോട്ടാ ഷക്കീലുമൊക്കെ രാജ്യം വിട്ടെങ്കിലും അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ ഗാവ്ലി പോലീസിന്റെ നീക്കങ്ങൾ പൊളിക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രവേശം. പോലീസ് എൻകൗണ്ടർ ചെയ്യാതിരിക്കാൻ അരുൺ ഗാവ്ലി കണ്ട കുറുക്കുവഴിയായിരുന്നു അത്. ശിവസേന തലവൻ ബാൽ താക്കറെയുമായുള്ള അടുപ്പം ഗാവ്ലിക്ക് സേനയിലേക്ക് വഴി തുറന്നു. താമസിയാതെ ശിവസേനയുമായി തെറ്റിപ്പിരിഞ്ഞ ഗാവ്ലി അഖില ഭാരതീയ സേന എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. തന്നോടിടഞ്ഞ ശിവസേനക്കാരെ വെടിവെച്ചു കൊന്നു. 2004 തെരഞ്ഞെടുപ്പിൽ മുംബൈയിലെ ചിൻപൊക്ലിയിൽ മത്സരിച്ച ഗാവ്ലി നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അടക്കം പണം വരുന്ന പല വഴികളും അക്കാലത്ത് ഗാവ്ലിക്കുണ്ടായിരുന്നു. ദഗ്ഡിച്ചാലിലിരുന്ന് സമീപ പ്രദേശങ്ങളെ നിയന്ത്രിക്കുമ്പോഴും ഗാവ്ലി പോലീസ് എൻകൗണ്ടർ ഭയപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വിജയ് സലാസ്കർ മാത്രമായിരുന്നു ഗാവ്ലിക്ക് ഭയമുണ്ടായിരുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്. അരുൺ ഗാവ്ലിയുടെ ആ രാജവാഴ്ച അധികം നീണ്ടില്ല. ശിവസേനയുടെ കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന കമലാകർ ജംസാന്തേക്കർ എന്ന 47-കാരനെ 2007 കൊലപ്പെടുത്തിയ കേസാണ് ഗാവ്ലിയുടെ പതനത്തിനിടയാക്കിയത്. കെട്ടിട നിർമ്മാണത്തിൽ കമലാകറിന്റെ എതിരാളികളായിരുന്നവർ നൽകിയ കൊട്ടേഷൻ കൊലപാതകമായിരുന്നു അതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ആ കേസിൽ കാലാഖോഡയിലെ മക്കോക്ക കോടതി 1-ാം പ്രതി എന്ന് വിധിച്ചത് അന്ന് 60 വയസ്സുണ്ടായിരുന്ന അരുൺ ഗാവ്ലി ആയിരുന്നു. നീണ്ട 25 വർഷങ്ങൾക്കിടെ ഗാവ്ലിക്ക് മേൽ ചുമത്തപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിൽ ആദ്യമായി കോടതി കുറ്റക്കാരൻ എന്ന് വിധിച്ച കേസാണത്. 2008 അറസ്റ്റ് ചെയ്തത് മുതൽ ഗാവ്ലി ജയിലിലായി.
നീണ്ട 17 വർഷത്തെ ജയിൽവാസത്തിന്റെ തുടക്കമായിരുന്നു അത്. 2012 പ്രത്യേക വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ പിന്നീട് മുംബൈ ഹൈക്കോടതി ശരിവെച്ചു. ഒടുവിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ഈ മാസം ആദ്യം പുറത്തിറങ്ങുന്നത് വരെ മുംബൈയുടെ പഴയ ഡോൺ ജയിൽ മുറിക്കുള്ളിൽ കഴിഞ്ഞു. ഏതു സമയവും ജീവനെടുക്കാൻ കാത്ത് എതിരാളുണ്ടായിരുന്നെന്നിരിക്കെ നാഗപ്പൂർ സെൻട്രൽ ജയിലിലെ ആ മുറി ഒരർത്ഥത്തിൽ ഗാവ്ലിയുടെ സുരക്ഷിത താവളമായിരുന്നു എന്ന് വേണം കരുതാൻ. തികഞ്ഞ ഗാന്ധിയന്റെ വേഷത്തിലാണ് ഏതാനും വർഷങ്ങളായി അരുൺ ഗാവ്ലി ജീവിക്കുന്നത്. തലയിൽ ഗാന്ധി തൊപ്പിയും ഖദർ വേഷവും. ഒരിക്കൽ ഇത് സംബന്ധിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ഗാവ്ലി പറഞ്ഞത് സമൂഹത്തിൽ ഹിംസയ്ക്കും അഹിംസയ്ക്കും അതതിൻ്റെതായ സ്ഥാനമുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നാണ്. ജയിൽ മോചിതനായ ഗാവ്ലിയെ കുടുംബാംഗങ്ങളും പാർട്ടി പ്രവർത്തകരും ഒക്കെ ചേർന്ന് സ്വീകരിച്ചാണ് ജഗ്നിച്ചാലിലെ വസതിയിലേക്ക് കൊണ്ടുപോയത്. മുംബൈയുടെ ഡാഡിയുടെ അടുത്ത നീക്കങ്ങൾ എന്താകും? കാലമേറെ മാറിയ സ്ഥിതിക്ക് സമ്പൂർണ്ണ വിശ്രമ ജീവിതമാകുമോ ഇനി അദ്ദേഹം തിരഞ്ഞെടുക്കുക? അതെന്തായാലും ഒരിക്കലൊഴുക്കിയ ചോരയുടെ കുറ്റബോധം അരുൺ ഗാവ്ലിക്കുണ്ടാകാൻ സാധ്യത തീരെയില്ല. അതാണ് ചോര കൊണ്ടെഴുതിയ ആ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്.